ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CA ഇൻ്റർമീഡിയറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചാപ്റ്റർ 5 ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ നമ്മളെ കമ്പനീനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ, അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വാല്യൂ ഓഫ് ദ ഫേം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എന്താണ് വാല്യൂ ഓഫ് ദ ഫേം, അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് എന്തൊക്കെയാണ്, എങ്ങനെയാണ് വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്, എന്തെല്ലാം തിയറീസ് ആണുള്ളത്. തിയറീസ് എന്ന് പറയുമ്പം അത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട തിയറീസ് അല്ല, ഓരോരുത്തർ പറഞ്ഞു വെച്ചിട്ടുള്ള ഓരോരോ അസംഷൻസ് വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതിനാണ് തിയറീസ് എന്ന് പറയുന്നത്. അതായത് ഒരു അഞ്ച് തിയറീസ് ഉണ്ട്. അത് നമ്മൾ സിമ്പിളായിട്ട് കോൺസെപ്ച്വലി തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കുന്നത്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും, ഒരു കമ്പനി ഇത്ര വാല്യുവേഷന് ആയി. ഇപ്പം ബൈജൂസിനൊക്കെ ഒരു 400 കോടി 4000 കോടി വാല്യുവേഷൻ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ന്യൂസൊക്കെ വരാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ കമ്പനീസ് പുതിയ സ്റ്റാർട്ടപ്പ് ഉണ്ടാകുമ്പം അതിന് ഇത്ര വാല്യുവേഷൻ കൊടുത്തു, 200 crore വാല്യുവേഷനിൽ ഇക്വിറ്റി റൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാണാം. അതെന്താണ് സംഭവം? പല ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാവുക എന്താണെന്ന് വെച്ചാൽ അത്രയും ഫണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും ടേൺ ഓവർ അതിനുണ്ട് എന്നായിരിക്കും. പക്ഷെ അത് അങ്ങനെയല്ല കാര്യം. അതായത് ചിലപ്പോൾ ആ കമ്പനിക്ക് ടേൺ ഓവർ വെറും ഒരു 200 കോടിക്ക് വാല്യുവേഷനുള്ള ഒരു കമ്പനിക്ക് ചിലപ്പോൾ ടേൺ ഓവർ വരും 10 കോടിയോ അല്ലെങ്കിൽ 20 കോടിയോ ആയിരിക്കും. പക്ഷെ അതിൻ്റെ വാല്യുവേഷൻ 200 crore മാറും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം ശരിക്കും ഒരു കമ്പനീൻ്റെ വാല്യുവേഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതാണ് പ്രിഫറബിളി ഏറ്റവും ഏറ്റവും ആപ്റ്റായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അതൊക്കെ അതിൽ ബിസിനസ് വാല്യുവേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫൈനലിൽ പഠിക്കാനുണ്ട്, അവിടെ നമ്മൾ പഠിക്കും. അപ്പോൾ അങ്ങനെ, അതായത് ആ മെത്തേഡിൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ക്യാഷ് ഫ്ലോസ് ഉണ്ടല്ലോ, അതായത് കമ്പനിയിലേക്ക് വരുന്ന ക്യാഷ് ഫ്ലോസിനെ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോയിലാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നമ്മളെ കമ്പനിയിലേക്ക് വരുന്ന ക്യാഷ് ഫ്ലോസിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതായത് ഭാവിയിൽ എത്ര ക്യാഷ് ഫ്ലോസ് വരും അതിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഇന്നത്തെ റേറ്റിലേക്ക് മാറ്റിയിട്ട് അത് എന്താക്കിയെടുക്കും, നമ്മുടെ കമ്പനീൻ്റെ വാല്യുവേഷൻ ആക്കി എടുക്കുന്ന ഒരു മെത്തേഡാണ്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഫൈനലിൽ പഠിക്കും. അപ്പം അതുപോലത്തെ കുറച്ച് മെത്തേഡ്സാണ് നമ്മളെ ബിസിനസ് വാല്യൂ ആണ് മെത്തേഡ്സ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വാല്യൂ ഓഫ് ദ ഫേം എന്താണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ ജസ്റ്റ് വാല്യുവേഷൻ്റെ ഒരു ജസ്റ്റ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫൈനലിൽ പഠിക്കും. അപ്പം ഈ വാല്യുവേഷൻ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ്. അതായത് നമ്മുടെ കമ്പനി ഇപ്പം മാർക്കറ്റിൽ എത്ര അതിനൊരു വാല്യുവേഷൻ ഉണ്ട് എന്നുള്ളത്. അതായത് ഇപ്പം നമ്മൾ കമ്പനി വിൽക്കുകയാണെങ്കിൽ, കമ്പനി ഒരാൾക്ക് വിൽക്കുകയാണെങ്കിൽ എത്ര പൈസക്ക് നമുക്ക് വിൽക്കുക എന്നുള്ളതാണ് പറയുന്നത് കമ്പനീൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മളെ ടേൺ ഓവറോ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതോ അത് വെച്ചിട്ട് അത്ര എമൗണ്ട് ആയിക്കൊള്ളുന്നില്ല. കാരണം ഭാവിയിലും നമ്മൾ ബിസിനസ് തുടർന്ന് പോകുന്നു, ഭാവിയിൽ നമുക്ക് എത്ര റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതുണ്ടാവുക. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വാല്യുവേഷൻ്റെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ, അതായത് ഇൻ്ററിൽ നമുക്ക് പഠിക്കാനുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വാല്യൂ ഓഫ് ദ ഫേം. വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് അഥവാ ഇക്വിറ്റി. അതായത് നമ്മുടെ കമ്പനിയിൽ ഇപ്പം ഈ ചാപ്റ്ററിൽ കുറച്ച് അസംഷൻസ് ഉണ്ട്. ആ അസംഷൻസ് എന്ന് പറയുന്നത് നമ്മളെ കമ്പനിയിൽ പ്രിഫറൻസ് ഷെയർ ഉണ്ടാവില്ല, അതുപോലെ തന്നെ ടാക്സ് ഉണ്ടാവില്ല. ഞാൻ അസംഷൻസ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. കോമൺ അസംഷൻസ് ഒന്ന് ഗോയിങ് കൺസേൺ, അതായത് നമ്മുടെ കമ്പനി ഭാവിയിലേക്ക് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. നോ പ്രിഫറൻസ് ഷെയർ ഇല്ല. നോ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡ്
റെഡി ആയിരിക്കും. അതുപോലെ തന്നെ ടാക്സേഷൻ ഇല്ല. പക്ഷെ ഇൻ സം കേസ് ടാക്സേഷൻ ചില കേസിലുണ്ടാവും. നോ റീറ്റൈൻഡ് ഏണിങ്സ് ഉണ്ടാവില്ല. അതായത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് 100% ആണ്. അതുപോലെ തന്നെ നോ ലോസസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ദർ, അതായത് ലോസ് ഇല്ലാത്ത കമ്പനീസിൻ്റെ വാല്യുവേഷനാണ് ഇതിലൂടെ പറയുന്നത്. അഥവാ അതിലെപ്പോഴും പ്രോഫിറ്റ് ഉള്ള ഓരോ കമ്പനീസ് ആയിരിക്കും എന്നാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, നോ ഡിഫറൻസ് ഇൻ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റേഷൻ. ഇതൊക്കെ എന്ന് പറയുന്നത് ജസ്റ്റ് കോമൺ ആയിട്ടുള്ള അസംഷൻസ്. ഇത് നിങ്ങൾ അത്ര മെയിനായിട്ട് നോക്കണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ഇതൊക്കെയാണ് ഇതിൻ്റെ അസംഷൻസ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിൽ മെയിനായിട്ടുള്ള അസംഷൻസ് എന്താണെന്ന് വെച്ചാൽ പ്രിഫറൻസ് ഷെയർ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ടാക്സ് ഒറ്റ മെത്തേഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അപ്രോച്ച് വിത്ത് ടാക്സിലായിരിക്കും ടാക്സേഷൻ ഉണ്ടാവുക. അല്ലാത്ത കേസിലൊന്നും ടാക്സേഷൻ ഉണ്ടാവില്ല. അതായത് ടാക്സ് റേറ്റ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യേണ്ടതെന്നാണ് അർത്ഥം. ഓക്കെ, എന്നിട്ട് ഈ വാല്യൂ ഓഫ് ദ ഫേം, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ ഡെപ്റ്റിൻ്റെ വാല്യൂം അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ പ്രിഫറൻസ് ഷെയർ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം പ്രിഫറൻസ് ഷെയർ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്, ഡെപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇക്വിറ്റി ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി വാല്യൂ അല്ലേ എന്ത് നമ്മുടെ ടോട്ടൽ ഫേമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു ഫേമിൽ എന്തുണ്ട്, ഇക്വിറ്റി മാത്രമല്ലല്ലോ, ഡെപ്റ്റും കൂടി ഇല്ലേ. ആ ഡെപ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഷെയർസിൻ്റെയും വാല്യൂം കൂടി കൂടിയിട്ടുള്ളതാണ് ഫേമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആ ഫണ്ട്സിൻ്റെ വാല്യൂ അല്ലേ നമ്മൾ നോക്കുക. അല്ലെങ്കിൽ കമ്പനീൻ്റെ നെറ്റ്വർത്ത് എന്നല്ലേ പറയാം. ഇത് കമ്പനീൻ്റെ ഫുള്ളായിട്ടുള്ള വാല്യൂ നോക്കുമ്പോൾ അതിലെന്ത് വരും, മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റും വരും. ഡെപ്റ്റും അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസും. അപ്പോൾ ഈ വാല്യൂ ഓഫ്, ഇനി ഓരോന്നിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിൽ വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ കെ ആണ്. അതായത് ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കുക, അത് ഡിവൈഡ് ബൈ കെ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ കെ എന്തിനാണ് ചെയ്യുന്നത്, ഈ ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് തന്നെ ആയിരിക്കൂലേ കെ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനല്ല. കെയിൻ്റെ കേസ് എന്താണ്, കെ എന്ന് പറഞ്ഞാൽ എന്താണ്, കെ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷനാണ്. അത് ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു കോമൺ ആയിട്ട് ടോട്ടലായിട്ടുള്ളൊരു ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് കെ കാണുക. അതൊക്കെ നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പം ഈ ഇങ്ങനെ കാണുന്ന കോസ്റ്റ് ഉണ്ടല്ലോ, അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമ്മളെ ഏണിങ്സിനേക്കാളും എന്തായിക്കൊള്ളുന്നില്ല, ചിലപ്പം കുറവായിരിക്കും. അതായത് ഏണിങ്സ് ചിലപ്പോൾ നല്ല കൂടുതലുണ്ടായിരിക്കും നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ 10 lakh എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്യാപിറ്റൽ വെച്ചിട്ട് നമുക്ക് ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വരുന്നത് ഒരു 1,10,000 ആണ് എന്ത് വരുന്നത്, ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ബട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എത്രയാണ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് അതാണ് കെ. ഈ കെ എത്രയാണ്, 1 lakh rupees ആണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ വെച്ച് നോക്കുമ്പം എത്രയാണ് കെ വരുന്നത്, 1 lakh ഡിവൈഡഡ് ബൈ 10 lakh. അതായത് 10 lakh ഇൻവെസ്റ്റ് ചെയ്തതിന് 1 lakh കിട്ടണം എന്നുള്ള രീതിയിലാണ് എന്ത് ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ വരുന്നത്. ഇത് ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് റിട്ടേൺ ആണ്, അതായത് നമുക്ക് ആക്ച്വലി കിട്ടിയ റിട്ടേൺ ആണ്. ഈ കെ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ ആണ്. ഓക്കെ, അപ്പം ഈ 1 lakh ഡിവൈഡ് ബൈ 10 lakh എന്ന് പറയുമ്പം 0.1 ആണ് എന്ത് വരുന്നത്, കെ വരുന്നത്. അതായത് 10% ആണ് കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ എന്താ പറയുന്നത്, വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ കെ. അങ്ങനെ പറയുമ്പോൾ 1,10,000 ഡിവൈഡഡ് ബൈ 10%.
എത്ര വരിക? 11 lakh ആണ് നമ്മുടെ കമ്പനീൻ്റെ, അതായത് ഇക്വിറ്റിൻ്റെ വാല്യൂ വരുന്നത്. ഇക്വിറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത് 1,10,000. ഇപ്പോൾ ഇവിടെ 11 lakh ആണ് എന്ത് വരുന്നത്? 11 lakh ആണ് നമ്മുടെ വാല്യുവേഷൻ വരുന്നത്. അതായത് നമ്മളെ ബുക്ക് വാല്യൂ നോക്കുമ്പോൾ എത്ര ഉണ്ട്? 10 lakh ആണ് ബുക്ക് വാല്യൂ ഉള്ളത്. ബട്ട് നമ്മുടെ വാല്യുവേഷൻ വരുമ്പോൾ എത്ര ഉണ്ട്? 11 lakh വരുന്നുണ്ട്. ഇതിൻ്റെ ഡിഫറൻസിൻ്റെ കാരണം എന്താണ്? കാരണം ഈ നമ്മുടെ ഈ കെ ഇ എന്താണ്? 10% ആണ്. ബട്ട് നമ്മുടെ റിട്ടേൺ വരുന്നത് എത്രയാണ്? റിട്ടേൺ കെ ഇനേക്കാളും കൂടുതലാണ് വരുന്നത് അല്ലേ? നമ്മൾ ഇപ്പം 10 lakh ആണുള്ളത്, ബട്ട് നമ്മുടെ റിട്ടേൺ വരുന്നത്, അതായത് 10 lakhന് നമുക്ക് 1 lakh ആണ് റിട്ടേൺ വരേണ്ടത്. അതായത് മിനിമം നമുക്ക് 1 lakh ആണ് വരേണ്ടത്. ബട്ട് നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? 1,10,000 ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സ്ട്രാ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ആ എക്സ്ട്രാ എമൗണ്ടിൻ്റെ ആ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വാല്യുവേഷൻ കൂടാൻ കാരണം. അതായത് നമ്മുടെ ബുക്ക് വാല്യൂവിനേക്കാളും വാല്യുവേഷൻ 1,00,000 കൂടിയില്ലേ? ആ 1,00,000 കൂടിയത് എന്താണ്? നമ്മളെ ഈ കെയിനേക്കാളും റിട്ടേൺ കൂടിയതിനെ കൊണ്ടാണ്. അപ്പം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏർണിങ്സ് അവൈലബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ കെ ഇ ചെയ്താൽ എന്ത് കിട്ടുന്നു? വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടുന്നു. ഓക്കെയാണ്, അത് മനസ്സിലായോ? പിന്നെ ഇത് കെ ഇൻ്റെ ഒറിജിനൽ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കില്ല, ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ. ഓക്കെ, ഇത് വെച്ച് ആരും ഇതാക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഡെപ്റ്റ് ആണ്. ഡെപ്റ്റിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ഡെപ്റ്റിൻ്റെ വാല്യൂ യൂഷ്വലി സാധാരണ ഒരു ബാങ്ക് ലോണൊക്കെ ആണെങ്കിൽ 5 lakh ആണ് നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ ഒരു 10% ഇൻട്രസ്റ്റ് കൊടുക്കുന്ന രീതിയിലാണെങ്കിൽ 50,000 ആയിരിക്കും അതിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്. അത് ഡിവൈഡ് ബൈ കെ ഡി ആണെന്ത്? അത് ഡിവൈഡ് ബൈ കെ ഡി ചെയ്താൽ, അതായത് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ കെ ഡി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ ഓഫ് ഡെപ്റ്റ് കിട്ടും. യൂഷ്വലി ഇതെന്തായിരിക്കും? അതായത് ആ നമ്മുടെ അടുത്ത ലോണിൻ്റെ എമൗണ്ട് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഡെപ്റ്റിൻ്റെ എമൗണ്ട് ആയിരിക്കും. ബട്ട് ചില കേസിൽ മാറാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഡിബെഞ്ചേഴ്സ് അതുപോലത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഡിബെഞ്ചേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഒരാൾക്ക് വേറൊരാൾക്ക് സെയിൽ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ അതിനെന്തായാലും മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ ചിലപ്പം ഡിബെഞ്ചറിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ കേസിലൊക്കെ എന്തുണ്ടാവും? കെയിലും അതായത് അതുപോലെ തന്നെ ഇൻട്രസ്റ്റിൽ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ കെയിലോ അല്ല കെ ഡിയിലൊക്കെ എന്തെങ്കിലും ചെറിയ ഡിഫറൻസോ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ എമൗണ്ടിൽ ചെറിയ ഡിഫറൻസോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഡിഫറൻസ് കൊണ്ട് എന്തുണ്ടാവും? ചെറിയൊരു എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് വാല്യുവേഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും യൂഷ്വലി. അതായത് സാധാ ബാങ്ക് ലോണൊക്കെ പോലത്തെ ഡെപ്റ്റ് ആണെങ്കിൽ അതിന് നമ്മുടെ എടുത്ത എമൗണ്ടുമായിട്ട് ഈക്വൽ ആയിരിക്കും എന്തുണ്ടാവുക? നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ഉണ്ടാവുക. ബട്ട് ഇക്വിറ്റിൻ്റെ കേസ് അങ്ങനെയല്ല. ഇക്വിറ്റിൻ്റെ കേസിൽ നമ്മളെ ഏർണിങ്സ് അവൈലബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ കെ ഇ ചെയ്താലാണ് വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടുക. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ആ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ എത്രയാണോ കെ ഇ. ഈ ഇപ്പം നമ്മളിപ്പോൾ വാല്യൂ കിട്ടിയത് 11 lakh ആണ്. 11 lakh ആണ് നമുക്ക് വാല്യൂ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 11 lakh വാല്യൂ ഉള്ള ഒരു എത്രയാണ് കെ ഇ വരുന്നത്? 10% ആണ്. 10% കെ ഇ. അപ്പം 1,10,000 ആയിരിക്കും ഏർണിങ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു 11 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേമിൽ നമുക്ക് 10% എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് എത്രയാണ്? 1,10,000 ആണ്. അതായത് 11 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 10% എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫേമിൽ, അതായത് നമ്മളൊരു ഷെയർ ഹോൾഡറായിട്ട് ഒരു 10% എക്സ്പെക്റ്റ് ചെയ്ത് 11 lakh നമ്മളൊരു ഫേമിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തു. അപ്പം നമുക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണ്? 1,10,000 ആണ്. ഓക്കെ, അപ്പോൾ ഇതേ 1,10,000 നമ്മൾ വെറും 10 lakh ക്യാപിറ്റലുള്ള നമ്മുടെ ഫേമിലുണ്ട്. അപ്പം അത് നോക്കുമ്പോൾ നമ്മളെ ഫേമിൻ്റെ വാല്യൂ നോക്കുമ്പോൾ, അതായത് ബുക്ക് വാല്യൂ നോക്കണ്ട, ഫേമിൻ്റെ വാല്യൂ നോക്കുമ്പോൾ എന്താണ്? അതൊരു 11 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ട്, നമ്മളൊരു 11 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ 10% കിട്ടുന്ന ആ ഫേമിൻ്റെ വാല്യൂവിൻ്റെ ഈക്വൽ അല്ലേ? അതായത് ആ കെയിൻ്റെ ഈക്വൽ അല്ലേ വരുന്നത്? അപ്പം അതിനെ കൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ഈ ഇക്വേഷൻ പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു.
അതായത് നമ്മൾ മാർക്കറ്റ് വാല്യൂവിനെ എന്താക്കി എടുക്കുന്നു, ഇൻവെസ്റ്റഡ് എമൗണ്ട് ആക്കിയിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതുപോലെ തന്നെ കെയിനെ നമ്മുടെ റിട്ടേണും ആക്കി കണക്കാക്കുന്നു. അതായത് മാർക്കറ്റ് വാല്യൂവിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് വാല്യൂവിൻ്റെ മുകളിൽ കെ ഇ ചെയ്ത്, അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു, അതിൻ്റെ ഏണിങ്സ് കിട്ടുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് അങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് ഈ വാല്യൂ ഓഫ് ഇക്വിറ്റിയും അതുപോലെ തന്നെ വാല്യൂ ഓഫ് ഡെപ്റ്റും ഒക്കെ കിട്ടുന്നത്. സാധനം മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ പിന്നിലെ ലോജിക്ക് എന്ന് പറയുന്നത്. ഇത് വേറൊരു ഫേം പോയി നോക്കുമ്പോൾ നമ്മൾ മറ്റ് ഫേമിനേക്കാളും കൂടുതലായിട്ട് നല്ല റിട്ടേൺ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേമിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി നല്ല ഹൈ ആയിരിക്കും. മറ്റ് ഫേമിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും ചിലപ്പോൾ കുറവായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ബട്ട് നമ്മുടെ പെർഫോമൻസ് ഹൈ ആയതിനെ കൊണ്ട് തന്നെ നമ്മുടെ വാല്യൂ കൂടുതലായിരിക്കും. ഓക്കെ, വാല്യൂ ഓഫ് ഡെപ്റ്റ് നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ ഫേം. വാല്യൂ ഓഫ് ദ ഫേം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ വാല്യൂ ഓഫ് ഇക്വിറ്റി ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുക. അതായത് EBIT ഡിവൈഡഡ് ബൈ KO ചെയ്യും. ഈ EBIT എന്ന് പറഞ്ഞാൽ എന്താണ്? EBIT എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും, അതായത് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അത് ആർക്കൊക്കെ ഉള്ളതാണ്? ഇൻട്രസ്റ്റ്, അതായത് ഡെപ്റ്റ് ഹോൾഡേഴ്സിനുള്ളതാണ്, അതുപോലെ തന്നെ ഇക്വിറ്റി ഹോൾഡേഴ്സിനുള്ളതാണ്. അപ്പം അത് ഡിവൈഡഡ് ബൈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ ഓഫ് ദ ഫേം കിട്ടും. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. അതായത് നമ്മൾ ബാക്കിയുള്ള ഫേംസിനേക്കാളും നമ്മൾ എത്ര ഓവർ പെർഫോം ചെയ്യുന്നു അത്രയും നമ്മുടെ വാല്യൂ കൂടും. അതായത് കേവനേക്കാളും എത്ര നമ്മളെ ഇപ്പം കേവനേക്കാളും, അതായത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്കൊരു 10% ആണ് വരുന്നത്. ബട്ട് നമ്മുടെ റിട്ടേൺ വരുന്നത് ഒരു 15% ആണെങ്കിൽ, 15% ഒക്കെയാണ് നമ്മുടെ റിട്ടേൺ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേമിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? നല്ല ഹൈ ആയിരിക്കും. കാരണം ഈ 15%ൻ്റെ മുകളിലായിരിക്കും എന്ത്? അതായത് ഇപ്പം നമ്മളൊരു 10 lakh ആണ് നമ്മുടെ കമ്പനീൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ 15%, അതായത് ഒരു 1,50,000 ഉണ്ടാവും നമ്മുടെ ഏണിങ്സ്. അത് ഡിവൈഡഡ് ബൈ 10% ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനീൻ്റെ വാല്യൂ എത്രയായി മാറുന്നുണ്ട്? 15 lakh ആയി മാറുന്നുണ്ട്. ഇത് ഇപ്പം നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 10 lakh ആണ്. അതിൻ്റെ മുകളിൽ KO എന്ന് പറയുമ്പം KO 10% ആണ്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ റിട്ടേൺ വരുന്നത് 15% ആണ്. അപ്പോൾ നമ്മുടെ റിട്ടേൺ എത്രയാണ്? റിട്ടേൺ അല്ലെങ്കിൽ EBIT വരുന്നത് 1,50,000 ആണ്. അത് ഡിവൈഡഡ് ബൈ KO എന്ന് പറയുന്നത് 10%. 10% ഡിവൈഡ് ചെയ്താൽ 15 lakh ആണ് നമ്മുടെ എന്ത് വരുന്നത്? കമ്പനീൻ്റെ വാല്യൂ വരുന്നത്. ഇതെന്താണ് ഇങ്ങനെ വരാൻ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് ഈ ഒരു 15 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു 10% റിട്ടേൺ കിട്ടുന്ന ഒരു ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും നമ്മുടെ ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഫേമിൽ ഒരു 10 lakh ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഈക്വലാണ്. അതായത് അത്രയും ഏണിങ്സ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ 10 lakh ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വെച്ചിട്ട്, പക്ഷേ നമ്മളൊരു 15 lakh ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഫേമിൻ്റെ പെർഫോമൻസ് നമ്മൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ആ 15 lakh ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അത്രയും വാല്യൂ ഉണ്ട് നമുക്ക്, അത്രയും ഏണിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ അത്രയും വാല്യൂ ഉണ്ട്, അത്രയും കോസ്റ്റ് കുറവാണ്. അപ്പം നമ്മൾ എത്രത്തോളം കോസ്റ്റിനേക്കാൾ എത്രത്തോളം റിട്ടേൺ കൂടുന്നോ അത്രത്തോളം നമ്മുടെ കമ്പനീൻ്റെ വാല്യൂം കൂടും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഇപ്പം വാല്യൂ ഓഫ് ഇക്വിറ്റി കാണാനാണെങ്കിൽ ഏണിങ്സ് അവൈലബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ KE ചെയ്താൽ മതി. അതുപോലെ തന്നെ വാല്യൂ ഓഫ് ഡെപ്റ്റ് കാണാൻ ടോട്ടൽ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ KD ചെയ്താൽ മതി. അപ്പം ഇത് ഇപ്പം ഡെപ്റ്റിൻ്റെ വാല്യൂ മാത്രം എടുക്കരുത്. ചില കേസിൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഇപ്പോൾ KDയിലോ അല്ലെങ്കിൽ KDയിൽ ചില ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. എന്തെങ്കിലും
ഇപ്പം ഇനീഷ്യലി നമുക്ക് എന്തെങ്കിലും കോസ്റ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് ചാർജ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ എമൗണ്ടിന് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും നമ്മുടെ ബുക്ക് വാല്യൂ ആയിട്ട് എടുക്കരുത്. അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് ബുക്ക് വാല്യൂ ആയിട്ട് മാർക്കറ്റ് വാല്യൂ ഈക്വൽ ആവുണ്ടോ എന്ന് നോക്കുക. അല്ലാതെ ജസ്റ്റ് നമ്മളൊരു വാല്യൂ ഓഫ് ഡെപ്റ്റ് തന്നാൽ ഇപ്പം അങ്ങനെ തന്നെ അങ്ങ് എടുക്കരുത്. ചില കേസിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ KD ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതായത് വാല്യൂ ഓഫ് ദ ഫേം എങ്ങനെ വരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കുന്നതിന് 5ഓളം മെത്തേഡ്സ് ഉണ്ട്. അതായത് ഓരോ മെത്തേഡ്സും ഏതാണ്ട് ചിലത് ഒന്നുമായിട്ട് സിമിലാരിറ്റീസ് ഉള്ളതാണ്. ബട്ട് എന്താ പറയുക, എന്നാലും ഓരോ ആൾക്കാരെ തിയറീസാണ്, അതായത് ഓരോരുത്തരുടെ അസംഷൻസും ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ തിയറീസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, 2 രീതിയിൽ മാറ്റാം. അതായത് വാല്യൂ ഓഫ് ദ ഫേം ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് 2 ടൈപ്സ് ആണ്. ഒന്ന് റെലവൻസ് തിയറി, അതുപോലെ തന്നെ ഇറെലവൻസ് തിയറി. ഈ വാല്യൂ ഓഫ് ദ ഫേം എങ്ങനെയാണ്, എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്നുള്ളത് എന്താ പറയുക 5 തിയറീസ് ഉണ്ട്. ആ 5 തിയറീസിലൂടെ പറയുന്നുണ്ട്. അപ്പം ആ 5 തിയറീസിലൂടെ പറയുന്നതിൽ റെലവൻസ് തിയറി ഉണ്ട്, ഇറെലവൻസ് തിയറി ഉണ്ട്. റെലവൻസ് തിയറി എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് നമ്മുടെ കമ്പനിയിലുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ വിൽ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ ഫേം. നോട്ട് പടുള്ളതല്ല. റെലവൻസ് തിയറിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ വിൽ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ ഫേം. അതായത് ഡെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ കമ്പനീൻ്റെ വാല്യൂ കൂടും എന്നാണ് റെലവൻസ് തിയറിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇറെലവൻസ് തിയറിയിൽ എന്താണ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ വിൽ നോട്ട് ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ ഫേം. അതായത് വാല്യൂ ഓഫ് ദ ഫേം ഡെപ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ വാല്യൂ ഓഫ് ദ ഫേമിനെ ഇൻക്രീസ് ചെയ്യില്ല എന്നാണ് ഇറെലവൻസ് തിയറി പറയുന്നത്. റെലവൻസ് തിയറിയിൽ 3 എണ്ണവും അതുപോലെ തന്നെ ഇറെലവൻസ് തിയറിയിൽ 2 എണ്ണമാണുള്ളത്. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഡെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് വാല്യൂ കൂടുന്നു എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡെപ്റ്റിന് എന്താണ് കോസ്റ്റ് കുറവാണ്. അതിനെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കുമ്പം അത് കുറഞ്ഞു വരും. അതായത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കുമ്പോൾ നമ്മളുടെ കോസ്റ്റ് ഇപ്പോൾ ഇക്വിറ്റിൻ്റെ കോസ്റ്റ് 10%, അതുപോലെ തന്നെ ചിലപ്പം ഡെപ്റ്റിൻ്റെത് 5% ഒക്കെ ആയിരിക്കും. അപ്പം 10ഉം 5ഉം വെയ്റ്റഡ് ആവറേജ് വെച്ച് ഇപ്പോൾ ഒരു 50-50 ആണെങ്കിൽ വെയ്റ്റഡ് ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് എത്രയാണ് വരിക, 7.5% ആണ്. അതായത് ഇക്വിറ്റി മാത്രമാണെങ്കിൽ ശരിക്കും 10% ആയിരിക്കും നമ്മുടെ കോസ്റ്റ് വരുന്നത്. ബട്ട് ഡെപ്റ്റും കൂടി ഉള്ളപ്പോൾ നമ്മളെ കോസ്റ്റ് വരുന്നത് 7.5% ആയി കുറഞ്ഞു. അപ്പോൾ അതെന്താവും, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് EBIT ഡിവൈഡഡ് ബൈ KO ആണ് എന്തെന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ ഫേം. അതായത് EBIT ഡിവൈഡ് ബൈ KO കുറയുന്നതനുസരിച്ച് എന്ത് ചെയ്യും, വാല്യൂ ഓഫ് ദ ഫേം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം ആ ഒരു തിയറി വെച്ചിട്ടാണ്, അതായത് ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ റെലവൻസ് തിയറിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇറെലവൻസ് തിയറി പറയുന്നത്, ഇറെലവൻസ് തിയറി അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. അതായത് ഇപ്പം നമ്മൾ ഡെപ്റ്റ് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ റിസ്ക് കൂടുന്നുണ്ട്. അപ്പോൾ റിസ്ക് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്,
ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിൻ്റെയും രണ്ടിൻ്റെയും കോസ്റ്റ് കൂടുന്നുണ്ട് എന്നുള്ളൊരു ആ ഒരു കോൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത് ഇറലവൻസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നെറ്റ് ഇൻകം തിയറി. അതായത് നെറ്റ് ഇൻകം തിയറി ഇതിലുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നെറ്റ് ഇൻകം തിയറിയാണ് റെലവൻസിലുള്ളത്. അതുപോലെ തന്നെ ട്രഡീഷണൽ അപ്രോച്ച്, അതുപോലെ തന്നെ മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ച് വിത്ത് ടാക്സ് വിത്ത് ടാക്സ് ഉള്ളത് റെലവൻസിലും. ഈ മോഡിഗ്ലിയാനി മില്ലർ തന്നെ 2 തിയറീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ഇയാളത് എന്തിലുണ്ട്, വിത്ത് ടാക്സ് റെലവൻസ് തിയറിയിലും വിത്തൗട്ട് ടാക്സ് ഇറലവൻസ് തിയറിയിലാണുള്ളത്. അപ്പം രണ്ടാമത്തേൽ ഇറലവൻസിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും അതുപോലെ തന്നെ മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ചും. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് കൺഫ്യൂസ് ആവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ബൈഫർക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. നെറ്റ് ഇൻകം തിയറി ഉണ്ട്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും ഉണ്ട്. അപ്പോൾ ഇതാട്ടും ഇങ്ങോട്ട് മാറിപ്പോരുത്. ജസ്റ്റ് നെയിംസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് നോക്കാം, നെറ്റ് ഇൻകം തിയറി അപ്രോച്ച്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് തിയറി ആയതിനെക്കൊണ്ട് ഇതിൽ കുറച്ച് അസംഷൻസ് പറയും. അതായത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കാൽക്കുലേഷൻസ് ഇങ്ങനെ മാറും എന്നുള്ള രീതിയിൽ ഓരോ തിയറീസ് അങ്ങനെ ആയിരിക്കും പറയുന്നത്. അപ്പം നെറ്റ് ഇൻകം തിയറി അപ്രോച്ച് എന്താണ് പറയുന്നത്? നെറ്റ് ഇൻകം തിയറി അപ്രോച്ച് പറയുന്നത് കോൺസ്റ്റന്റ് കെ ഇ ആൻഡ് കെ ഡി. അതായത് കെ ഇയും അതുപോലെ തന്നെ കെ ഡിയും കോൺസ്റ്റന്റ് ആയിരിക്കും. അതിപ്പോൾ നമ്മളൊരു 10 lakh കെ പിന്നെ ഇൻവെസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ 1 crore 10 lakhന് ലോൺ എടുത്താലും 1 crore ലോൺ എടുത്താലും ഒക്കെ എന്തായിരിക്കും എന്നാണ് പറയുന്നത്, ഒരേ കെ ഡി ആയിരിക്കും. ഇപ്പോൾ 10% ആണ് 1 lakhന് എന്ന് വെച്ചാൽ 1 lakhന് 10% ഇൻട്രസ്റ്റ്. 10 lakh എടുത്താലും നമുക്ക് എത്രയാണ് 10% ആയിരിക്കും ഇൻട്രസ്റ്റ് എന്നാണ് എന്ത് പറയുന്നത് നെറ്റ് തിയറി അപ്രോച്ച് പറയുന്നത്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള കെയും കെ ഡിയും ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എന്താണ് കോൺസ്റ്റന്റ്? കെയും കെ ഡിയും. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അതായത് ഡെപ്റ്റിൻ്റെ കോസ്റ്റ് ഇക്വിറ്റിൻ്റെ കോസ്റ്റിനേക്കാളും കുറവായിരിക്കും. ഇത് ഏകദേശം എല്ലാ കോൺസെപ്റ്റ്സിലും ഉള്ള സാധനം തന്നെയാണ്. അതായത് എല്ലാ തിയറീസിലുള്ള സാധനം തന്നെയാണ്. ഞാൻ ഓൾറെഡി നമ്മൾ കോമൺ അസംഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഇവിടെ മാറുന്നത്? KO ചേഞ്ചസ്. അതായത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തായിരിക്കും ഇവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ബട്ട് കെയും കെ ഡിയും എപ്പോഴും എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഈ KO എങ്ങനെയാണ് ചേഞ്ച് ആകുന്നത്? ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ഡോസ് ഓഫ് ഡെപ്റ്റ്, then overall cost of capital will decrease and increase the value of the firm. അതായത് പിന്നെ നമ്മൾ ഡെപ്റ്റ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എന്തായിരിക്കും നമ്മൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞു കൊണ്ടു വരും. അതായത് ഇപ്പം നമ്മളൊരു 10 lakh ഇൻവെസ്റ്റ് ചെയ്തു, ഡെപ്റ്റ് 10 lakh, അതുപോലെ തന്നെ ഇക്വിറ്റി 10 lakh, അതായത് 50-50 ആണ് പെർസെൻറ്റേജ് വരുന്നത്. അതിൽ ഡെപ്റ്റിനൊരു 10%, ഇക്വിറ്റിക്ക് ഒരു 20% ആണ് എന്ത് വരുന്നത് കോസ്റ്റ് വരുന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പം നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കുമ്പം KO നോക്കുമ്പോൾ എന്താണ് വരിക? അതായത് വെയ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ വെയ്റ്റ് എത്ര ഉണ്ട്? 10 lakh ഉണ്ട്. അതായത് 50% ഓഫ് ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ ഡെപ്റ്റ് വരുന്നത് എന്നുള്ളതാണ് വെയ്റ്റ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വെയ്റ്റ് ഓഫ് ഡെപ്റ്റ് 50% ഇൻറ്റു 10% പ്ലസ് വെയ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണ്? 50% ഇൻറ്റു 20%. അപ്പോൾ എത്ര വരാം? 5% പ്ലസ് 10% ഈസ് ഈക്വൽ ടു 15%. അപ്പോൾ ഇത് 15% വരുന്നത്. അതുപോലെ തന്നെ ഈ ഡെപ്റ്റിനെ നമ്മൾ കൂട്ടുകയാണ്, എത്ര ആക്കാണ്? ഡെപ്റ്റ് ഒരു 15 lakh, അതുപോലെ തന്നെ ഇക്വിറ്റി ഒരു 5 lakh ആക്കുകയാണ്. അപ്പോൾ KO എത്ര വരും? ഇത്
KO 75% into 10% plus 25% into 20% is equal to 75% into 10% എന്ന് പറയുമ്പോൾ 7.5% plus 5% is equal to 12.5%. ഇവിടെ കുറയുന്നത് കണ്ടോ, അതായത് ഡെപ്റ്റ് കൂടുന്നതനുസരിച്ച് എന്തായിരിക്കും, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞാൽ എന്താവും, ഓട്ടോമാറ്റിക്കലി എന്തായി മാറും, നമ്മുടെ വാല്യൂ ഓഫ് ദ ഫേം കൂടും. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു ഗ്രാഫ് ഉണ്ട്, അതായത് ഗ്രാഫ് ഒന്ന് ജസ്റ്റ് നോക്കുക. അതായത് ഇതിൽ ഇവിടെ KD ആണ്, KD എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ KO എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് കെയും കോൺസ്റ്റൻ്റ് ആയിരിക്കും, KDയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം ഇതിൽ നമ്മളിപ്പം ഇതൊരു കുറച്ച് എമൗണ്ടുള്ള കേസ്, അതിങ്ങനെ എന്തായിരിക്കും, ഡെപ്റ്റ് കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്തായി മാറും, KO ഇങ്ങനെ കുറഞ്ഞ് വരും. അത് KO അറ്റ് ദ പീക്കായിരിക്കും. അപ്പോൾ നമ്മളെ KE മാത്രമുള്ള കേസിൽ KO പീക്കിലായിരിക്കും, KO ഏറ്റവും കൂടുതൽ KE മാത്രമുള്ള കേസിലായിരിക്കും. അതിങ്ങനെ ഡെപ്റ്റ് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് എന്തായിരിക്കും, അതിൻ്റെ KO ഇങ്ങനെ കുറഞ്ഞ് വരും. അപ്പം ഇതാണ് ഈ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഈ കോൺസെപ്റ്റ് എന്തായാലും മനസ്സിലാക്കി വെക്കുക. അതായത് കെയും KDയും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ KO ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. KO ചേഞ്ച് ചെയ്യാൻ കാരണം എന്താണ്, കൂടുതലായിട്ട് നമ്മൾ ഡെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ കോസ്റ്റ് കുറയുന്നു, അതനുസരിച്ച് എന്തായിരിക്കും, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നു. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഉണ്ട്, നമ്മൾ ഓൾറെഡി ഇവിടെ നോക്കിയത് പോലെ തന്നെയാണ്. KE 10% ആണ്, KD 8% ആണ്. ടോട്ടൽ ഫണ്ട്സ് വരുന്നത് 10 lakh ആണ്. ഓൺലി ഇക്വിറ്റി ക്യാപിറ്റൽ ദെൻ KO, അതായത് ഇക്വിറ്റി മാത്രമാണുള്ള കേസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ഇക്വിറ്റി മാത്രമാണുള്ളെങ്കിൽ എത്ര ആയിരിക്കും KO വരുന്നത്, KOയും KEയും ഈക്വൽ ആയിരിക്കും, അതായത് ഇക്വിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കേസിൽ 10% ആയിരിക്കും എന്തെന്ന് പറയുന്നത്, വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി 8 lakhും അതുപോലെ തന്നെ ഡെപ്റ്റ് 2 lakhും ഉണ്ട്. ആ കേസിൽ എങ്ങനെ ആയിരിക്കും, 10% ഇൻറ്റു 18%, അതായത് 80% വെയിറ്റ് ആണുള്ളത്. അതായത് 10 lakh ടോട്ടൽ ഉള്ളതിൽ 8 lakh എന്താണ്, ഇക്വിറ്റിയാണ്. അപ്പം 10% ഇൻറ്റു 80% പ്ലസ് 8% ഇൻറ്റു 20%, ബാക്കിയുള്ള 20% ആണ് എന്ത് വരുന്നത്, ഡെപ്റ്റ് വരുന്നത്. അപ്പം അതും കൂടി ആഡ് ചെയ്തിട്ട് 9.6% വരുന്നു. അതായത് 10% ഉള്ളത് 9.6 ആയി. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ എമൗണ്ട് മാറ്റുന്നതനുസരിച്ച് ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇതുണ്ടോ, ഇങ്ങനെ മാറി കുറഞ്ഞ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ തിയറിയിൽ പറയുന്നത്. ഇത്ര തന്നെ ഉള്ളൂ. If EBIT is 1 lakh, then what will be the value of the firm? EBIT 1 lakh ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ മുകളിലുള്ള കേസിൽ എന്തായിരിക്കും വാല്യൂ ഓഫ് ദ ഫേം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 1 lakh ഡിവൈഡഡ് ബൈ, അതായത് EBIT ഡിവൈഡഡ് ബൈ KO ആണ് എന്ത്, EBIT ഡിവൈഡഡ് ബൈ KO ആണ് വാല്യൂ ഓഫ് ദ ഫേം. വാല്യൂ ഓഫ് ദ ഫേം എത്ര വരും, ഫസ്റ്റ് കേസിൽ 10%, അതായത് 1 lakh ഡിവൈഡഡ് ബൈ 10%, 10 lakh. സെക്കൻഡ് കേസിൽ 1 lakh ഡിവൈഡ് ബൈ 9.6 വരുമ്പോൾ 10 lakh 41 ആയി. അതുപോലെ തന്നെ 9% ആകുമ്പം 11,000 ആയി. 10 lakh ഡിവൈഡ് ബൈ 8.4 ആകുമ്പം 11,90,000 ആയി മാറി. അപ്പോൾ ഇങ്ങനെ നമ്മുടെ KO കുറയുന്നതനുസരിച്ച് എന്തായിരിക്കും, നമ്മുടെ വാല്യൂ ഓഫ് ദ ഫേം കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതൊക്കെയാണല്ലോ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ വാല്യൂ ഓഫ് ദ ഫേം ചെയ്യുക എന്നുള്ള, അതായത് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതായത് ഒരു മെത്തേഡ് ഉണ്ടാവുമല്ലോ, മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായോ, ഇങ്ങനെയാണ് കോൺസെപ്റ്റ് വരുന്നത്. ഇത് സംഭവം സിമ്പിളാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. 5-10 മാർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ദ ആപ്ലിക്കേഷൻ ഓഫ് നെറ്റ് ഇൻകം അപ്രോച്ച് ഫോർ ഡിറ്റർമിനിങ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻവോൾവ്സ് ദ following steps. അതായത് ഈ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ടാവും എന്താണെന്ന് വെച്ചാൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ടായിരിക്കും.
ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഇപ്പം ഒരു മെത്തേഡ് എന്ന് പറയാൻ ചാൻസ് കുറവാണ്. ഇപ്പോൾ ജസ്റ്റ് വാല്യൂസ് ഒക്കെ തരും, എന്നിട്ട് ചില കേസിൽ പറയും ഇത് നെറ്റ് ഇൻകം അപ്രോച്ച് നെറ്റ് ഇൻകം തിയറി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പിന്നെ മറ്റ് മെത്തേഡ്സ് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് പറയും. ബട്ട് ചില കേസിൽ നമ്മൾ പറയില്ല, അതായത് ക്വസ്റ്റ്യനിൽ പറയില്ല എന്ത് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ കേസിൽ നമ്മൾ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. ആ കേസൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പം ആദ്യം തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഡിറ്റർമിൻ EBIT നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ആൻഡ് EBTയും അതുപോലെ തന്നെ EBITയും നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അപ്പം EBT എത്രയാണ്? EBIT ഡിവൈഡഡ് ബൈ EBIT മൈനസ് ഇൻട്രസ്റ്റ് ആണ് EBT എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഇങ്ങനെ EBT കണ്ടുപിടിക്കുക. EBIT ക്വസ്റ്റ്യനിലുണ്ടാവും, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്താൽ കിട്ടും? EBIT ക്വസ്റ്റ്യനിലുണ്ടാവും, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്താൽ EBT കിട്ടും. അങ്ങനെ EBT കണ്ടുപിടിക്കുക. EBT എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? കമ്പ്യൂട്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് EBITന്ന് EBT ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നത്, അതായത് EBT കണ്ടുപിടിക്കുന്നത്. ഇവിടെ EBT വെച്ച് ചെയ്യാൻ കാരണം നോ ടാക്സ് എന്നാണ് ഈ എക്സംഷൻ വരുന്നത്. അപ്പോൾ അതിനെ കൊണ്ടാണ് ഇവിടെ EBT വെച്ച് ചെയ്യുന്നത്. അതെപ്പോഴും മനസ്സിലാക്കി വെക്കുക. അപ്പം EBT ഡിവൈഡ് ബൈ KE ആണ് വരുന്നത്, വാല്യൂ ഓഫ് ഇക്വിറ്റി വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. ഡെപ്റ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താണ്? വാല്യൂ ഓഫ് ഡെപ്റ്റ് ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ KD. അതായത് നമ്മൾ നേരത്തെ നോക്കിയ അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കമ്പ്യൂട്ട് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. അതായത് മാർക്കറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം ഈസ് ഈക്വൽ ടു ഇക്വിറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ, അതുപോലെ തന്നെ ഡെപ്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കിട്ടും. എന്നിട്ട് കമ്പ്യൂട്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. അതായത് വാല്യൂ ഇസ് ഈക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ KO ആണെന്ന് നമുക്കറിയാലോ. അപ്പം അതിൽ നിന്ന് ഈ ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് KO ഇസ് ഈക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ V എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? EBIT അതായത് KO കണ്ടുപിടിക്കുക, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് സിമ്പിളാണിത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പം അതൊന്ന് മനസ്സിലാവും. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുന്നേ വൈ EBIT ബൈ KO? EBIT ബൈ KO ചെയ്യുന്നത് എന്തിനാണ്? ബിക്കോസ് EBIT ഈസ് ദ ടോട്ടൽ ഏർണിംഗ്സ്. സിൻസ് ദർ ഈസ് നോ ടാക്സ് it shall be taken as the net earnings for all the funds, equity, preference, debt, etc. അതായത് ഇപ്പം EBIT നമ്മൾ ഓൾറെഡി ഈ കാര്യം പറഞ്ഞതാണ്. അതായത് EBIT ആണ് ടാക്സ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് EBIT ആണ് ടോട്ടലായിട്ടുള്ള ഫണ്ട്സിന്, അതായത് ഡെപ്റ്റിനും അതുപോലെ തന്നെ ഇക്വിറ്റി ഹോൾഡേഴ്സിനും എല്ലാവർക്കും ഉള്ള ഏർണിങ്സ് എന്ന് പറയുന്നത് EBIT തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റ്സ് ടു 4 ഫേംസ്. അതായത് ഫോളോയിങ് ഡാറ്റ 4 ഫേംസിൻ്റെതാണ്. ABCD എന്ന് പറഞ്ഞിട്ട് 4 ഫേംസ് ഉണ്ട്. അതിൽ EBIT ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഉണ്ട്. EBIT എത്രയാണ് വരുന്നത്? 2 lakh. പിന്നെ ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അസ്യൂമിങ് ദാറ്റ് ദർ ആർ നോ ടാക്സസ്, ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ഡെപ്റ്റ് ഈസ് 10%. Determine the value of the firm and the weighted average cost of capital of each firm using net income approach. അപ്പം ഇങ്ങനെ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് പറയും നെറ്റ് ഇൻകം അപ്രോച്ച് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ ആ അപ്രോച്ച് വെച്ചിട്ട് ചെയ്യാം. വാട്ട് ഹാപ്പൻസ് if the firm A borrows 2 lakh at 10% to repay the equity share capital? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആൻസർ നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മളോട് പറയുന്നത്? അസ്യൂമിങ് ദർ ആർ നോ ടാക്സസ്,
ഇൻട്രസ്റ്റ് റേറ്റ് 10%. ആദ്യം തന്നെ വാല്യൂ ഓഫ് ദ ഫേം എത്രയാണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സ്റ്റെപ്സ് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റെപ്സ് വെച്ചിട്ട്, അതായത് ആദ്യം തന്നെ EBIT ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുക. ഇൻട്രസ്റ്റ് ലെസ് ചെയ്താൽ EBT കിട്ടും. അപ്പോൾ ഓരോന്നിൻ്റെയും 2 ലാഖിന്ന് ഓരോന്നിൻ്റെയും ഇൻട്രസ്റ്റ് ലെസ് ചെയ്തിട്ട് അതിൻ്റെ എന്ത് കിട്ടി, നമുക്ക് EBT കിട്ടി എല്ലാ കേസിൻ്റെയും. അപ്പോൾ EBT കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, EBT ഡിവൈഡഡ് ബൈ KE ആണെന്ത് നമ്മുടെ വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പം EBIT 1,80,000 ഡിവൈഡഡ് ബൈ 12% എന്ന് പറയുമ്പോൾ 15 ലാഖാണ് എൻ്റെ കേസിൽ വരുന്നത്. അതുപോലെ തന്നെ ഓരോ കേസിലും എന്ത് ചെയ്യുക, EBIT ഡിവൈഡ് ബൈ KE ചെയ്യുക, അല്ല EBT ഡിവൈഡ് ബൈ KE ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 16%, 15 ലാഖ്. എല്ലാ കേസിലും നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് എന്താണ്, KD, അതായത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉണ്ട്, 10% ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കുക. നമുക്ക് വാല്യൂ ഓഫ് ഡെപ്റ്റ് ഇവിടെ തന്നിട്ടില്ല, അതായത് അല്ലെങ്കിൽ ബുക്ക് വാല്യൂ ഓഫ് ഡെപ്റ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഇൻട്രസ്റ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ KO ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ഡെപ്റ്റ് എത്രയാണെന്ന് കിട്ടും. അങ്ങനെ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ ഡെപ്റ്റ് ചെയ്താൽ 2 ലാഖ്, 6 ലാഖ്, 20 ലാഖ്, 24 ലാഖ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡെപ്റ്റിൻ്റെ വാല്യൂ കിട്ടും. അതായത് ഇവിടെ ഓരോ ഡെപ്റ്റിൻ്റെയും വാല്യൂ അനുസരിച്ച് അത് ഡിവൈഡ് ബൈ, അതായത് ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ എത്രയാണോ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ KO ചെയ്താൽ എന്ത് കിട്ടും, വാല്യൂ ഓഫ് ഡെപ്റ്റ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ ഓഫ് ദ ഫേം. വാല്യൂ ഓഫ് ദ ഫേം എന്താണ്, വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. അതായത് ഇക്വിറ്റിൻ്റെ വാല്യൂ അതുപോലെ തന്നെ ഡെപ്റ്റിൻ്റെ വാല്യൂ ആഡ് ചെയ്യുക. 15 ലാഖ് പ്ലസ് 2 ലാഖ് 70 ലാഖ്, 3 ലാഖ് പ്ലസ് 6 ലാഖ് 21 ലാഖ്, 20 ലാഖ് 20 ലാഖ് 40 ലാഖ്, 20 ലാഖ് 24 ലാഖ് 44 ലാഖ്. ഇനി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അഥവാ KO is equal to EBIT by V. അതായത് നമ്മൾ ഓൾറെഡി വാല്യൂ ഓഫ് ദ ഫേം ഈസ് ഈക്വൽ ടു EBIT by KO എന്ന് പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു, നേരെ തിരിച്ചിട്ട് അപ്ലൈ ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ഇതെന്താണ്, എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാമെന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അതായത് വാല്യൂ ഓഫ് ദ ഫേം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം അത് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് ഈ KO അങ്ങോട്ട് കൊണ്ടുവരുമ്പം ഇത് ഡിവിഷനിലുള്ളത് ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലാവും. അതുപോലെ തന്നെ ഇവിടെ നേരെ മൾട്ടിപ്ലിക്കേഷനിലുള്ളത് ഇവിടെ ഡിവിഷനിലേക്ക് മാറും. അപ്പം EBIT ഡിവൈഡ് ബൈ V ആവും. ഓക്കെ, അതങ്ങനെ കിട്ടും. അതായത് എന്നിട്ട് 2 ലാഖ് ഡിവൈഡഡ് ബൈ EBIT ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം, വാല്യൂ ഓഫ് ദ ഫേം ചെയ്താൽ ഓരോന്നിൻ്റെയും എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. അല്ല ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്, വാട്ട് ഹാപ്പൻസ് ഇഫ് ഫേം എ ബോറോസ് 2 ലാഖ് അറ്റ് 10% ടു റീപേ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതായത് ഒരു 2 ലാഖിൻ്റെ ഡെപ്റ്റും കൂടി എന്ത് ചെയ്യാണ്, കമ്പനി വാങ്ങുകയാണ്. അത് എ എന്ന് പറഞ്ഞ കമ്പനിയാണ് വാങ്ങുന്നത്. ടു റീപേ ദ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതായത് 2 ലാഖിൻ്റെ ഇക്വിറ്റി ഷെയർസ് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കേസിൽ എന്താണ് സംഭവിക്കുക, ലെറ്റ്സ് ചെക്ക്. ആ കേസ് എങ്ങനെ വരിക എന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് പിന്നെ ഇങ്ങനെ തന്നെ ഇതേ ഫോർമാറ്റിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് പിന്നെ ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അതായത് ഒരു എക്സാം പ്രസൻറ്റേഷൻ എന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിയാൽ മതി. അപ്പം ആദ്യം തന്നെ EBIT എത്രയാണ്, 2 ലാഖ് 2 ലാഖ് രണ്ട് കേസിലും. അതായത്
ഏണിങ്സ് നമ്മൾ പിന്നെ ഇക്വിറ്റി റീപേ ചെയ്തു എന്നുള്ളതിനെ കൊണ്ട് എന്താവുന്നില്ല, ഏണിങ്സ് മാറുന്നില്ല. അത് നമ്മൾ ഫിനാൻസിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഇത് EBIT എന്ന് പറയുന്നത് EBIT മാറൂല. ബട്ട് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, മാറും. ഇൻട്രസ്റ്റ് മാറുന്നുണ്ട്. 2 lakh ആണ്, അല്ല 20,000 ആണ് ആദ്യത്തെ കേസിൽ ഉള്ളത്. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ കേസിൽ വരുമ്പോൾ 20,000, അതുപോലെ അതിൻ്റെ കൂടെ തന്നെ 20,000, അതായത് 2 lakh ഇൻറ്റു 10% കൂടി എന്ത് വരുന്നത്, ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ലെസ് ചെയ്താൽ EBT വരുന്നത് 1,80,000 ആണ്. രണ്ടാമത്തെ കേസിൽ EBT വരുന്നത് 1,60,000 ആണ്. ഇനി EBIT ഡിവൈഡഡ് ബൈ KE, EBT ഡിവൈഡ് ബൈ KE ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്, അതായത് 18 lakh ഡിവൈഡഡ് ബൈ KE എത്രയാണ്, ഫസ്റ്റ് കേസിൽ KE വരുന്നത് 12% ആണ്. അപ്പോൾ 18 lakh ഡിവൈഡ് ബൈ 12% എന്ന് പറയുമ്പോൾ 1,08,000 ഡിവൈഡ് ബൈ 12% എന്ന് പറയുമ്പോൾ 15 lakh ആണ് എന്ത് വരുന്നത്, വാല്യൂ വരുന്നത് ഫസ്റ്റ് കേസിൽ. രണ്ടാമത്തെ കേസിലോ രണ്ടാമത്തെ കേസിൽ 1,60,000 ആയി എന്ത് നമ്മുടെ ഏണിങ്സ്, അതായത് ഏണിങ്സ് ബിഫോർ ടാക്സ് 1,60,000 ആയി. 1,60,000 ഡിവൈഡഡ് ബൈ എത്രയാണ്, 12% ആയിരിക്കും നമ്മുടെ വാല്യൂ ഓഫ് ഇക്വിറ്റി വരുന്നത്. 1,60,000 ഡിവൈഡ് ബൈ 12% ഈസ് ഈക്വൽ ടു 13,33,333 എന്ന് വരും. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്തു, വാല്യൂ ഓഫ് ദ ഇക്വിറ്റി കണ്ടുപിടിച്ചു. ഇനി വാല്യൂ ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കാം. വാല്യൂ ഓഫ് ഡെപ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, വാല്യൂ ഓഫ് ഡെപ്റ്റ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ KD ചെയ്താൽ എന്ത് കിട്ടും, വാല്യൂ ഓഫ് ഡെപ്റ്റ് കിട്ടും. അപ്പം 2 lakh ആണ് ഫസ്റ്റ് കേസിൽ വരുന്നത്, അതായത് 20,000 ഡിവൈഡഡ് ബൈ 10%. രണ്ടാമത്തെ കേസിൽ എത്രയാണ് വരുന്നത്, 4 lakh അല്ലെങ്കിൽ 40,000 ഡിവൈഡഡ് ബൈ 10%, അതായത് 4 lakh ആണ് വാല്യൂ ഓഫ് ഡെപ്റ്റ് വരുന്നത്. അപ്പം ഇനി വാല്യൂ നോക്കുമ്പം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, വാല്യൂ ഓഫ് ദ ഫേം നോക്കുമ്പം ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് ഈസ് ഈക്വൽ ടു 17 lakh ആണ് എന്ത് പറയുന്നത് ഫസ്റ്റ് കേസിൽ നമുക്ക് എന്ത് വരുന്നത്, വാല്യൂ ഓഫ് ദ ഫേം വന്നത്. ബട്ട് രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പം നമ്മുടെ വാല്യൂ ഓഫ് ദ ഫേം എത്രയായി മാറി, 17,33,000 ആയി മാറി. അതായത് ഈ ചേഞ്ച് എന്തുകൊണ്ടാണ്, ഡെപ്റ്റ് നമ്മൾ യൂസ് ചെയ്തു. ഡെപ്റ്റ് നമ്മൾ ഇക്വിറ്റീൻ്റെ പകരം എന്ത് ചെയ്തു, നമ്മൾ ഡെപ്റ്റ് യൂസ് ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് വന്ന ചേഞ്ചാണെന്ത്, ഈ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. കോൺസെപ്റ്റ് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം എക്സാമിന് പ്രസൻറ്റേഷൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടി നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 2 lakh ഡിവൈഡ് ബൈ 17 lakh. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ 2 lakh ഡിവൈഡ് ബൈ 17,33,000 ആണ്. ഓക്കെ, അണ്ടർ ഇനി ഒരു നോട്ട് ഉണ്ട്, അണ്ടർ നെറ്റ് ഇൻകം അപ്രോച്ച് ഇൻക്രീസ് ഡെപ്റ്റ് content leads to increase in the value of the firm and decrease in weighted average cost of capital. നമ്മൾ കണ്ട കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് ഡെപ്റ്റിൻ്റെ കണ്ടന്റ് കൂടുന്നതനുസരിച്ച് വാല്യൂ ഓഫ് ദ ഫേം എന്തിൽ കൂടും, ഈ കേസിൽ കൂടും എന്നാണ് പറയുന്നത്. അതായത് നെറ്റ് ഇൻകം അപ്രോച്ചിൽ കൂടും. അപ്പോൾ ഇതിൽ ഈ എങ്ങനെ ചെയ്യുന്നുള്ള രീതി മറക്കാതിരിക്കുക. EBIT ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, EBIT കണ്ടുപിടിക്കും. അതായത് EBIT ഓൾറെഡി തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ലെസ് ചെയ്യും. അങ്ങനെ EBT കണ്ടുപിടിക്കും. അങ്ങനെ EBT നിന്ന് നമ്മൾ എന്ത് ചെയ്യും, EBT വെച്ചിട്ട്
ആദ്യം തന്നെ വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കും. EBITയും കെയും വെച്ചിട്ട് ഇക്വിറ്റി കണ്ടുപിടിക്കും. അതുപോലെ തന്നെ വാല്യൂ ഓഫ് ഡെപ്റ്റ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ KO ചെയ്തിട്ട് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ പിന്നെ വാല്യൂ ഓഫ് ദ ഫേം, അത് കഴിഞ്ഞിട്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അതിനാണ് ഞാൻ ഈ ഫോർമാറ്റ്, അതായത് അപ്ലിക്കേഷൻ ഓഫ് നെറ്റ് ഇൻകം അപ്രോച്ച് ഫോർ ഡിറ്റർമിനിങ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻവോൾവ്സ് ഫോളോയിങ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു 5 സ്റ്റെപ്സ് ഞാൻ എഴുതിയിട്ടില്ലേ. അതായത് ഈ സ്റ്റെപ്സ് എന്തിനാണ്, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഉള്ള സ്റ്റെപ്സ് ആണെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ സ്റ്റെപ്സ് ആയിട്ടൊന്നും നിങ്ങൾക്ക് വേണമെന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക. അതായത് ഒന്നുമില്ല, ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ EBITന്ന് ഇൻട്രസ്റ്റ് ലെസ് ചെയ്തിട്ട് EBT കണ്ടുപിടിക്കുക. അതായത് അതാണ് എന്തെന്ന് പറയുന്നത്, ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. ആ ഷെയർ ഹോൾഡേഴ്സിനുള്ളത് എന്ത് കണ്ടുപിടിക്കുക, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏണിങ്സ് അവൈലബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ KE ആണെന്ത്, വാല്യൂ ഓഫ് ഇക്വിറ്റി. അങ്ങനെ വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് കണ്ടുപിടിക്കുക, വാല്യൂ ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കുക. അങ്ങനെ ഈ വാല്യൂ ഓഫ് ഇക്വിറ്റിയും വാല്യൂ ഓഫ് ഡെപ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ള എന്താണ്, വാല്യൂ ഓഫ് ദ ഫേം. അങ്ങനെ വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാം, വാല്യൂ ഓഫ് ദ ഫേമിന് ഒരു ഇക്വേഷൻ ഉണ്ട്. വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്, EBIT ഡിവൈഡ് ബൈ KO ആണ്. അപ്പോൾ ആ KO എന്നുള്ള ഇതിനെ ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് വാല്യൂവിനെ ഡിവിഷനിലേക്ക് കൊണ്ടുപോയാൽ എന്ത് കിട്ടും, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ പറയാം. ഓക്കെ, താങ്ക് യു.